ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതേട്ട ഓട്ടോ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി ചെന്നിരിക്കുക. അപ്പോൾ എല്ലാ പെൺകുട്ടികളും കാർ ഓടിക്കാനാണ് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ എന്താ ഓട്ടോ ഓടിക്കാനെന്ന് ചോദിച്ചു. ഇപ്പോൾ കാറൊക്കെ ഓടിക്കാൻ ഇവൾക്കറിയാം, ഓട്ടോ ഓടിക്കാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പല്ലവി കൂടെ പോയി പല്ലവിയായിട്ട് ചേച്ചി സംസാരിക്കുന്നു. പിന്നെ നമ്മുടെ അച്ചുവിടെ പേപ്പറുകളിലൊക്കെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു, എല്ലാം ഫില്ല് ചെയ്തൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അച്ചു. അതെ, അപ്പോൾ നാളെ മുതൽ വന്നു കേട്ടോ, നാളെ മുതൽ തുടങ്ങാമെന്നാണ് പപ്പ പറഞ്ഞത്. അപ്പോൾ ശരി, ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എല്ലാം കഴിഞ്ഞിങ്ങ് പോരുക. അപ്പോൾ ഹരി ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് ചേച്ചി, വഴക്ക് പറയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അച്ചു പറയുമ്പോൾ, എന്തിനു വഴക്ക് പറയണം? ഹരിക്ക് സന്തോഷാവത്തേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഓട്ടോ ഓടിക്കൽ ഒരു കൈത്തൊഴിലല്ലേ അച്ചു എന്ന് ചോദിച്ചു. നാളെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്ന ഓട്ടോയും കൊണ്ട് ഇറങ്ങാമല്ലോ. എത്രയോ കുടുംബങ്ങളാ ഓട്ടോ ഓടിച്ച് കഴിയുന്നതെന്നൊക്കെ പല്ലവി ചോദിക്കും അച്ചുവിനോട്. അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ഞാനിതൊക്കെ പഠിക്കുന്നത്, ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പകൽ സമയം ഞാൻ വെറുതെ വീട്ടിലിരിക്കല്ലേ, ഓർഡർ അനുസരിച്ച് നൈറ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയ അത്ര ആയില്ലേ എന്നൊക്കെ അച്ചു ചോദിച്ചു. അതെ അതെ, നീ ചിന്തിക്കുന്നത് തന്നെയാണ് മോളെ അതിൻ്റെ ശരി, അതിലൊരു കുഴപ്പമില്ല കേട്ടോ, ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോയിക്കോളാനൊക്കെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ, ചേച്ചി തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ധൈര്യം തരുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളില്ലെങ്കിലേ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് തോന്നത്തില്ല ചേച്ചി. ഇവിടെ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ, അതെൻ്റെ ഭാഗ്യമല്ലേ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രണ്ടുപേരും മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ പോവുക. ഇതേ സമയം പിന്നെ പാറുവിനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നുള്ള ഗവേഷണത്തിലാണ് രാജലക്ഷ്മി. അവിടെ അങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മുടെ പാറു അങ്ങോട്ടേക്ക് വന്നു. എന്താ അമ്മ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. മോളെന്നെ ഒന്ന് പിടിച്ചേ എന്നും പറഞ്ഞപ്പോൾ അതൊക്കെ പിടിച്ചേൽപ്പിക്കുക. അപ്പോൾ എന്തിനാ അമ്മ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. പിന്നെ മോളെ, അതെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, അത് പിന്നെ മോളെ അടുക്കളയിൽ പച്ചക്കറി വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയില്ല അമ്മേ. ഉണ്ടാവാൻ സാധ്യതയില്ല, മോളൊന്ന് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാവോ എന്ന് ചോദിച്ചു. വയ്യാണ്ടായില്ലേ, അല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെ പോയി ചെയ്തേനെ, അതാ മോളോട് പറഞ്ഞത്. മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് പാറു. അല്ല, മോളുടെ വീട്ടിൽ ആരാ സാധനങ്ങളൊക്കെ വാങ്ങാറ്? അപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നി. അതെ, നമ്മൾ കുട്ടികളെ എല്ലാം ചെയ്യിപ്പിച്ച് വേണം വളർത്താനായിട്ട്. ഒരു വീട് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. സാരമില്ല, അധികം വൈകാതെ മോളെല്ലാം പഠിച്ചോളും. അമ്മ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാൽ മതി, ഓൺലൈനിൽ വരുത്താമെന്ന് പറഞ്ഞു പാറു. അത് വേണ്ട, പച്ചക്കറിയൊക്കെ അല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്, നല്ലതല്ലെങ്കിൽ പെട്ടുപോവില്ലേ, കാശ് പോകത്തില്ലേ? പോകും, മോള് തന്നെ പോയാൽ മതി കേട്ടോ. ശരി അമ്മ. അങ്ങനെ നമ്മുടെ പാറുവിനോട് പുള്ളിക്കാരി നൈസായിട്ട് പണിയെടുക്കാൻ പറയുന്നു. എന്നിട്ട് പാറു ഇതെല്ലാം മൂളിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നു നമ്മുടെ പല്ലവി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ പല്ലവി അവിടെ നിൽക്കുമ്പോൾ പാറു പച്ചക്കറിയൊക്കെ മേടിച്ച് ഇങ്ങനെ വരുക. പാറുവിനെ കണ്ടപ്പോഴേക്കും പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ പാറു എന്ന് പറഞ്ഞ് ഓടി പല്ലവിയും ചെന്നു. അപ്പോൾ കൈ നിറയെ പച്ചക്കറി ആയിട്ടല്ലേ പാറു വരുന്നേ. പല്ലവി നോക്കുക, അവിടുത്തെ അമ്മയ്ക്ക് വയ്യ, അതാ ഞാൻ. അപ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പല്ലവി. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ പല്ലവി. പിന്നെ പാറുവിന് എന്ത് പറയണമെന്ന് അറിയില്ല. ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഞാൻ നിന്നോട് അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം, എനിക്ക് സുഖം ചേച്ചി, കുഴപ്പമൊന്നുമില്ല. വിശ്വൻ്റെ വീട്ടിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പാറു പല്ലവിയോട് പറയുക. അയാളോ, ഇന്ദ്രൻ, അയാളെങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നത്? അപ്പോൾ ഇതുവരെ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല, വളരെ ബഹുമാനത്തോടെ അല്ലാതെ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ വെറും അഭിനയം അയാളുടെ, ഒന്നും നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമല്ലോ ചേച്ചി, അതുകൊണ്ടെല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പാറു പറഞ്ഞു. ചേച്ചിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചേച്ചിക്ക് അറിയോ? ചേച്ചിക്കും ഇന്ദ്രനും ഇടയിൽ ഒരു വിശ്വൻ ഉണ്ടായിരുന്നില്ല, എനിക്കതുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ, പാറു നിനക്ക് ഇന്ദ്രനെ അറിയില്ല, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അയാൾ ചെയ്യേണ്ടത് ചെയ്യും. അപ്പം ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി എന്ന് പാറു. പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ, ഇനി പറയാതിരുന്നാൽ അത് ശരിയാവില്ല എന്ന് പല്ലവി പാറുവിനോട് പറയുക. ഇന്ദ്രൻ്റെ പുതിയ ഭീഷണി എന്താണെന്ന് നിനക്കറിയാവോ? ഞാൻ ആ ഡിവോഴ്സ് കേസ് പിൻവലിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. എന്നാലല്ലേ എന്നെ അയാളുടെ ഭാര്യയായിട്ട് അയാൾക്ക് കിട്ടും. കേസ് പിൻവലിച്ചില്ലെങ്കിൽ നിന്നെ മറന്നേക്കാൻ അയാൾ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പല്ലവി പറയുക. അത്രയ്ക്ക് നിലവാരമില്ലാത്തവനാണോ അയാളെന്നൊക്കെ പാറു ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് നിന്നോട് പറഞ്ഞത്, നിനക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന്. വിദഗ്ധരായ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡിനെ വരെ പറ്റിച്ചവൻ അയാൾ. അത്രയ്ക്ക് കഴിവുണ്ട് അയാൾക്കെന്ന കാര്യമൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു. നിനക്കറിയാവല്ലോ ആ ഡിവോഴ്സും എൻ്റെ ഭാവിയും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്നുള്ള കാര്യം. ഉറപ്പായും ഡിവോഴ്സ് കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴായിരുന്നു നിൻ്റെ കല്യാണവും
ഇന്ദ്രൻ്റെ ഭീഷണിയും ഒക്കെ. എനിക്കറിയില്ല പാറു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നിനക്കൊരാപത്ത് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പെട്ടുപോയത് ഞാനല്ലേ എന്ന് പല്ലവി ചോദിക്കുവാണ്. എനിക്കെൻ്റെ ജീവിതമാണ് ഇന്ദ്രൻ കാരണം നഷ്ടപ്പെട്ടു പോകുന്നതെന്നൊക്കെ പല്ലവി പറയുമ്പോൾ പാറു അവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ഒരു പരുവത്തിലെത്തി. അപ്പോൾ ചേച്ചിയുടെ ജീവിതം തകരാൻ താനും ഒരു കാരണമായല്ലോ എന്നുള്ളത്. അപ്പോൾ ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനവിടെ താമസിക്കുന്നത് കൊണ്ടാണല്ലോ ചേച്ചിയെ ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നത്. അതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കുമെന്ന് നമ്മുടെ പാറു അന്നേരം പറയുക. ഞാൻ കാരണം ചേച്ചിക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പല്ലവിയോട് പാറു പറയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പല്ലവി. എൻ്റെ ചേച്ചിക്കൊരു പ്രശ്നം വന്നാൽ ഞാനത് കണ്ട കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതിന് ഞാൻ വേറെ ജനിക്കണം ചേച്ചി. മുകുന്ദൻ മാഷിൻ്റെ മക്കളല്ലേ ചേച്ചി നമ്മളെന്നൊക്കെ പാറു പല്ലവിയോട് ചോദിക്കും കേട്ടോ. എന്നിട്ട് ദേ അങ്ങനെ പാറു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കാം. ഒരാൾ മറ്റൊരാൾക്ക് തുണ, അതല്ലേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും ചേച്ചി. എൻ്റെ ചേച്ചിയുടെ ജീവിതം ഈ പാറു കാരണം നശിക്കില്ലേ ചേച്ചി എന്ന് പറഞ്ഞു പാറു ഓടുന്നു അങ്ങ് പോവുക കേട്ടോ. പാറു നേരെ വീട്ടിലേക്ക് ചെന്നു. പാറു നേരെ പച്ചക്കറിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ വരിക, അതും വിശ്വൻ്റെ അടുത്തേക്ക്. അപ്പോൾ വിശ്വൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. വിശ്വാ എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ പാറു? ഞാൻ ചേച്ചിയെ കണ്ടിരുന്നു വഴിയിൽ വെച്ചെന്നുള്ള കാര്യം പാറു പറയാം. ചേച്ചി ആകെ വിഷമത്തിലാണെന്ന് പാറു പറയുക. നമ്മുടെ ഈ കല്യാണം നടന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ചേച്ചിയാണെന്ന് പറയുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു വിശ്വൻ. അപ്പോൾ പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പാറു പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ചേച്ചി പേടിച്ചല്ലേ? എടോ ഇത്രയും ധൈര്യമുള്ളൂ എൻ്റെ ചേച്ചിക്ക് എന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അന്നേരം ഈ ഇന്ദ്രൻ പുറത്തിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശ്വ എൻ്റെ ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്കൊരാപത്ത് വരുന്നു എന്ന് അറിഞ്ഞാൽ അത് ഒഴിവാക്കാൻ ചേച്ചി എന്തും ചെയ്യുമെന്ന് പാറു വിശ്വനോട് പറയാം. ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടില്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർന്നാൽ എന്ന് പറയുമ്പോൾ തനിക്ക് മാത്രമല്ല എനിക്കും കിട്ടില്ല സ്വസ്ഥത എന്ന് വിശ്വൻ പാറുവിനോട് പറയുക. പിന്നെ എടോ എന്താ ചെയ്യേണ്ടതെന്ന് താൻ പറ, അതുപോലെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഒന്ന് കാണണം, സംസാരിക്കണം. ആ കാര്യമൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. ആ ഒരു കാര്യം ഇതെല്ലാം ഈ സമയത്ത് ഇന്ദ്രൻ പുറത്തിരുന്ന് ഇവർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ഇതോടുകൂടി. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ആ ഇന്ദ്രൻ കേട്ടു. അപ്പോൾ വിശ്വൻ പാറു ഇവർ രണ്ടുപേരും ഇന്ദ്രൻ ഇത് കേട്ടതൊന്നും അറിയുന്നില്ല. പതുക്കെ എന്നിട്ട് ഇന്ദ്രൻ വിശ്വൻ്റെ അടുത്തേക്ക് വരുക. എടാ അവളോടെങ്ങാനും ചെന്ന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നത്തെ പോലെ നിങ്ങൾ തല്ലുമോ എന്ന് വിശ്വൻ ഇന്ദ്രനോട് ചോദിച്ചു. അന്ന് തിരിച്ച് തല്ലാതിരുന്നതേ മനഃപൂർവ്വം ഏട്ടനല്ലേ, സുഖമില്ലാത്തതല്ലേ, പിന്നെ അങ്ങനെ പലതും ചിന്തിച്ചത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇനി ആ ദയ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പോൾ വാടാ ഇപ്പം തന്നെ തീരുമാനിക്കാവിടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് ചെന്നു. വിശ്വനും അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകാൻ തുടങ്ങി. പിന്നെ ഈ ഇന്ദ്രനാണെങ്കിൽ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അതും പോകുന്നത് വിശ്വൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക്. അപ്പോഴത്തേക്കും വിശ്വനുള്ള ചായ ആയിട്ട് പാറു അങ്ങോട്ടേക്ക് വന്നു. വിശ്വൻ എന്തെന്ന് ചോദിച്ചു. ഈ ഇന്ദ്രൻ ആ ചായ മേടിച്ച് അങ്ങ് കുടിച്ചു. എന്നിട്ട് പാറു അങ്ങോട്ടേക്ക് അങ്ങ് പോയി. പാറു അങ്ങ് പോയപ്പോൾ ഇവനുണ്ടല്ലോ നേരെ പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. ഈ സമയത്ത് വിശ്വനും പാറുവും പരസ്പരം കാണുക. അപ്പോൾ പല്ലവി കാര്യങ്ങളെല്ലാം പല്ലവിയോട് പറയുവാണ്. പല്ലവിയോട് കോടതിയിൽ ചെന്ന് ഹാജരാവണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വിശ്വൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പല്ലവി അന്നേരം വിശ്വനോട് പറഞ്ഞു. പാറുവിന് എന്ത് പറ്റുമെന്നാണ് ചേച്ചി പേടിക്കുന്നതെന്ന് വിശ്വൻ ചോദിച്ചു. ഞാനാണ് ഇവളുടെ ഭർത്താവ്, അല്ലാണ്ട് ഇന്ദ്രനല്ല എന്ന് വിശ്വൻ പറയുമ്പോൾ ആര് വിചാരിച്ചാലും ഇവരുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വാരിയിടാൻ പോലും ഞാൻ ആരും അനുവദിക്കത്തില്ല എന്നുകൊണ്ട് വിശ്വൻ കൂട്ടിച്ചേർക്കുക. ഇന്ദ്രൻ വിശ്വൻ്റെ ചേട്ടനായിരിക്കും, പക്ഷേ ഇന്ദ്രനെ എനിക്കറിയാവുന്നതുപോലെ വിശ്വൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആയിരിക്കാം ചേച്ചി, ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ ചേട്ടനല്ലല്ലോ ചേച്ചി. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചു ഈ വിശ്വൻ. കോടതിയിൽ കയറി ചേച്ചിയുടെ ജീവിതത്തിൽ കയറി മുഴുവൻ പറയുമോ ഇല്ലയോ എന്നുള്ളതല്ലേ എന്ന് വിശ്വൻ ചോദിച്ചു. എൻ്റെ അഭിപ്രായം അത് പറയണമെന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പാറുവിനെക്കുറിച്ച് ഓർത്ത് ചേച്ചി ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാങ്ങരുതെന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാറു ഇങ്ങനെ ആകതായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ തോക്കുന്നത് ചേച്ചി മാത്രമായിരിക്കില്ല, ചേച്ചിക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരുമാണെന്നും സേതുവേട്ടനും ചേച്ചിയുടെ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരും തോറ്റു പോകുമെന്നുള്ള കാര്യം വിശ്വൻ പല്ലവിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് പാറു ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് ഇവളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആദ്യം മുഴുവനും. അപ്പം എന്നെ നോക്കാൻ എനിക്ക് അറിയാൻ ചേച്ചി, എന്നെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയും ചേച്ചിക്ക് വേണ്ട എന്ന് പാറു പല്ലവിയോട് പറഞ്ഞു. അപ്പം എൻ്റെ സ്വന്തം ഏട്ടനാണ് ഇന്ദ്രൻ, എന്നിട്ടും ആ ഏട്ടനെതിരെ കോടതിയിൽ മൊഴി കൊടുത്തവനല്ലേ ഞാനെന്ന് വിശ്വൻ ചോദിച്ചു. അത് ആർക്ക് വേണ്ടിയായിരുന്നു?
ചേച്ചിക്ക് വേണ്ടിയല്ലേ, ചേച്ചി അതൊന്നും ആലോചിച്ച് നോക്കിക്കേ എന്ന് പല്ലവിയോട് വിശ്വം പറയുന്നുണ്ട്. എൻ്റെ ആ ഒരു ധൈര്യം അത് ചേച്ചിയും കാണിക്കണമെന്നും, എൻ്റെ ഏട്ടൻ ഒരു മനോരോഗ്യ ചേച്ചി, പക്ഷേ ഏട്ടൻ അത് അംഗീകരിക്കാൻ ഒരുപാട് മടിയാ. അമ്മയ്ക്കും അത് ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏട്ടന് നല്ല ചികിത്സ കിട്ടണം, രോഗം മാറണം, എന്നിട്ട് നല്ലൊരാളായി മാറണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ കേസിൽ ചേച്ചി ജയിക്കുക തന്നെ വേണമെന്ന് വിശ്വം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വന്നാൽ അവർക്കതൊരു തിരിച്ചറിവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടും, നന്നാവുകയും ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് വിശ്വന് ഉപദേശിച്ചു കൊടുക്കുക. കോടതി പറയണം എൻ്റെ ഏട്ടൻ്റെ മനോനില ശരിയല്ല എന്നുള്ളത് എന്ന് വിശ്വം പറയുമ്പോൾ പാറുവും അതിൻ്റെ പ്രതീക്ഷയിൽ നിൽക്കുക. പാറുവിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ചേച്ചി പിന്മാറരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഒരിക്കലും ചേച്ചിക്ക് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടില്ല എന്ന് വിശ്വൻ ഇങ്ങനെ പല്ലവിയോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അനിയനും അനിയത്തിയും കൂടെ പല്ലവിക്ക് വേണ്ടുന്ന ധൈര്യവും അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് ഇവരങ്ങ് പോയി. പല്ലവി അവിടെ നിന്ന് ആലോചിക്കാനും തുടങ്ങി. ഈ സമയത്ത് അനിയനും അനിയത്തിയും കൂടെ വരുന്നത് നോക്കി ഈ ഇന്ദ്രൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. തൊട്ടടുത്ത നിമിഷം അതുവഴി ദേ വരുന്നു നമ്മുടെ പ്രതാപൻ. അപ്പോൾ പ്രതാപനാണെങ്കിൽ ഓടി ഇവൻ്റെ അടുത്തേക്ക് വന്നു. ഇന്ദ്രൻ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. തന്നെ കണ്ടത് നന്നായി, തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം. എടോ താനെപ്പോഴും രാഷ്ട്രീയത്തിൽ സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കേട്ടോ. അതെന്താ ഇന്ദ്രൻ അങ്ങനെ ചോദിച്ചേ? അല്ല, താൻ പറഞ്ഞാൽ കേൾക്കുന്ന അണികൾ വല്ലതും ഉണ്ടോയെന്നാണ് ചോദിച്ചത്. പിന്നില്ലാതെ എൻ്റെ കയ്യിൽ ചെറിയൊരു സംഘം ഗുണ്ടകൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അവരെന്തും ചെയ്യുമെന്നൊക്കെ പ്രതാപം പറഞ്ഞപ്പോൾ. എന്നിട്ടെന്താ സേതുമാധവൻ ഇതുവരെ ഒന്നും ചെയ്യാത്തത്? അയാൾ തന്നെ അടിച്ച് ചതച്ചില്ലേടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല പ്രതാപൻ. അന്ന് എവിടെ പോയി തൻ്റെ കയ്യിലുണ്ടെന്ന് ഗുണ്ടാസംഘം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ എടോ തൻ്റെ തള്ളിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേടോ എന്ന് ചോദിച്ച് ഇന്ദ്രൻ കളിയാക്കുന്നു. അതൊക്കെ എന്തേലും ആവട്ടെ, എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാം. ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം തനിക്കത് ഏൽക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് പറ്റത്തില്ലെന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞാലത് നടക്കാതെ വരരുത്. പറഞ്ഞു, ഞാൻ നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും കോടതിയിൽ പല്ലവി എനിക്കെതിരെ മൊഴി കൊടുക്കാൻ എത്തുന്നത് നാളെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവൾ വന്നില്ല. പക്ഷേ നാളെയും കൂടെ വരും. വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോകും. അവൾ വരരുത്. അവൾ നാളെ ഒരു കാരണവശാലും കോടതിയിൽ എത്തരുത്. അപ്പോഴേക്കും നമ്മുടെ പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുക, കിഡ്നാപ്പ് ചെയ്യണോ അതോ ബ്ലോക്ക് ചെയ്യണോ? കിഡ്നാപ്പും കാര്യങ്ങളൊന്നും വേണ്ട, ബ്ലോക്ക് ചെയ്താൽ മതി. വഴിയിൽ കുടുങ്ങിക്കിടക്കണം. കോടതിയിൽ അവൾ എത്താൻ പാടില്ല. അപ്പോൾ അത് ഞാൻ ഏറ്റു. അളിയൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും അളിയനോ? ഏത് വകയിലാടാ ഞാൻ നിൻ്റെ അളിയനായതെന്ന് ഇന്ദ്രൻ ചോദിക്കാം. ഓവർ സ്വാതന്ത്ര്യമൊന്നും എടുക്കാൻ വരണ്ട, എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. സോറി, ഇനിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ അവിടെ നിൽക്കുമ്പോൾ പിന്നെ തൻ്റെ പ്ലാൻ എങ്ങനെ അത് പറയാൻ പറഞ്ഞു. പിന്നെ പ്രതാപൻ അവിടെ നിന്ന് എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇന്ദ്രനോട് പറയുക. അതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ബോധിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് തന്നെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപനോട് പറയാം. ഇനിയിപ്പം ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവളെ ഇനി എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷകളുമായിട്ട് ഇങ്ങനെ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പ്രതാപനെ പറഞ്ഞു വിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.